ബദർ യുദ്ധം എന്ന് പറയുന്നത് ഇസ്ലാം എന്ന പ്രത്യായ ശാസ്ത്രം ഇസ്ലാമിനെ തുടച്ചു മാറ്റപ്പെടാൻ വേണ്ടി പലരും പല നിലക്കും ശ്രമിച്ചപ്പോൾ ഒരു പ്രതിരോധം എന്ന നിലക്ക് ഇസ്ലാമിന്റെ നിലനിൽപ്പിന് വേണ്ടി മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നേതൃത്വത്തിൽ നടന്ന വലിയൊരു സമരമാണ്. അത് ഇന്നത്തെ പോലെ നാം വലിയ മഹത്വം പറയുന്നത് പോലെ അതിൽ പങ്കെടുത്തവർക്ക് വലിയ മഹത്വമുണ്ട്. എത്രത്തോളം അമ്പിയാക്കൾ കഴിഞ്ഞാൽ ഏറ്റവും വലിയ മഹത്വമുള്ളവരാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ ഭാഗ്യം ലഭിച്ച സ്വഹാബികൾ, മുഅ്മിനായി കാണാൻ ഭാഗ്യം ലഭിച്ച സ്വഹാബികൾ. ആ സ്വഹാബികളിൽ നിന്ന് ഏറ്റവും വലിയ മഹത്വമുള്ളവരാണ് ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത സ്വഹാബികൾ. അതൊരു വലിയ മഹത്വമാണ്. അത്രത്തോളം മഹത്വമുള്ളവർ സ്വഹാബികളിൽ മറ്റാരുമില്ല. അത് അന്നത്തെ കാലത്ത് തന്നെ വലിയ ചർച്ചാ വിഷയമാണ്. ആ സമരത്തിൽ പങ്കെടുത്തവർക്ക് വലിയ ആശ്വാസമായിരുന്നു, വലിയ സന്തോഷമായിരുന്നു. പല കാരണങ്ങളാലും ബദർ യുദ്ധത്തിൽ പങ്കെടുക്കാൻ ഭാഗ്യം ലഭിക്കാത്ത ആളുകൾക്ക് അതൊരു വലിയൊരു ഖേദമായി മാറിയിട്ടുണ്ട്, വലിയൊരു വിഷമമായി മാറിയിട്ടുണ്ട്. പലപ്പോഴും അവർ പറയാറുണ്ട്, ഇതുപോലെ ഇനിയൊരു സമരമുണ്ടെങ്കിൽ ഞങ്ങൾ എന്തായാലും അതിന് മുന്നിലുണ്ടാകും എന്നൊക്കെ പറഞ്ഞവരുണ്ട്. എന്നേക്കുമായി വലിയ വിഷമം ഉണ്ടാക്കിയ ഒരു കാര്യമായിരുന്നു അതിൽ പങ്കെടുക്കാൻ ഭാഗ്യം ലഭിക്കാതിരിക്കുക എന്നത്. പങ്കെടുത്തവരെ സംബന്ധിച്ചിടത്തോളം വലിയ സമാധാനമായിരുന്നു, വലിയ റാഹത്തായിരുന്നു. അവരുടെ ചർച്ചയിൽ ഉടനീളം പലപ്പോഴും അത് വരാറുണ്ടായിരുന്നു. ഒരിക്കൽ മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു, അതേപോലെ തന്നെ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഒരു ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹുവിന്റെ ശബ്ദം അല്പമൊന്ന് പൊങ്ങി. ആ സമയത്ത് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിന്റെ മൂന്നാമത്തെ ഖലീഫയായ ബദർ യുദ്ധത്തിൽ നേരിട്ട് ശരീരം കൊണ്ട്, ഭൗതിക ശരീരം കൊണ്ട് പങ്കെടുക്കാൻ ഭാഗ്യം ലഭിക്കാത്ത ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളോട് പറഞ്ഞു, അയ്യ ശൈഇൻ തർഫഉ സൗതക്, നിന്റെ ശബ്ദം അല്പമൊന്ന് പൊങ്ങിയോ? എന്തി അതിന് കാരണം? നിന്നെക്കാൾ എനിക്ക് വലിയ മഹത്വം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. 3 കാര്യത്തിൽ ഞാൻ നിന്റെ മേലെയാണ്. വഅമ്മാ ബിനിഅമത്തി റബ്ബിക ഫഹദ്ദിസ്, അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങൾ ചിലപ്പോൾ പരസ്യമായി പറയേണ്ടി വരും. അതിന്റെ ഭാഗമായി അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, വഖദ് ശഹിദ്തു ബദ്റൻ വലം തശ്ഹദ് അൻത്, ഞാൻ ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത വ്യക്തിയാണ്, നിങ്ങൾ അതിൽ പങ്കെടുത്തിട്ടില്ല. അതേപോലെ തന്നെ ഉഹദ് യുദ്ധം നടക്കുന്ന സമയത്ത് ചില ആളുകൾ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊല്ലപ്പെട്ടു എന്ന് കേൾക്കുകയും പല തെറ്റിദ്ധാരണകളും പരന്ന സമയത്ത് ചില കാരണങ്ങളെ കൊണ്ട് ബദർ യുദ്ധത്തിൽ നിന്ന് ഓടേണ്ടി വന്നിട്ടുണ്ട്. ആ ഓടുന്ന കൂട്ടത്തിൽ നിങ്ങളുണ്ടായിരുന്നു, അതിലും ഞാനില്ല. ഇതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നേതൃത്വത്തിൽ നടന്ന വലിയൊരു ബൈഅത്ത് ഉണ്ടായിരുന്നു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൈപിടിച്ചുകൊണ്ട് അവിടുന്ന് പറയുന്നതൊക്കെയും ഞങ്ങൾ അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഉടമ്പടി, ആ ഉടമ്പടിയിലും നിങ്ങൾ പങ്കെടുത്തിട്ടില്ല, അതിലും പങ്കെടുക്കാൻ എനിക്ക് ഭാഗ്യമുണ്ടായി എന്ന് പറഞ്ഞുകൊണ്ട് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മഹാനായ ഇസ്ലാമിന്റെ മൂന്നാമത്തെ ഖലീഫയായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഈ വിഷയത്തിൽ നിങ്ങൾ എന്നെ ഓവർടേക്ക് ചെയ്തു എന്ന് പറയുന്നുവെങ്കിൽ അതിന് വ്യക്തമായ കാരണങ്ങളുണ്ട്. ബദർ യുദ്ധത്തിൽ ഞാൻ പങ്കെടുക്കാതിരിക്കാൻ കാരണം ഹബീബ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മകൾ, എന്റെ ഭാര്യ സുഖമില്ലാതെ കിടന്നപ്പോൾ ആ ഭാര്യയെ ശ്രദ്ധിക്കാൻ വേണ്ടി എന്നെ മുത്തുനബി ഏൽപ്പിച്ചതായിരുന്നു. അതുകൊണ്ട് തന്നെ ബദർ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടില്ലെങ്കിലും തത്തുല്യമായ പ്രതിഫലം എനിക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓഫർ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ആ വിഷയത്തിൽ എന്നെ ആക്ഷേപിക്കേണ്ടതില്ല. പിന്നീട് പറഞ്ഞത് ബദർ യുദ്ധത്തിൽ പങ്കെടുത്തു, ഉഹദ് യുദ്ധത്തിൽ നിന്ന് ഓടി എന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നേരിട്ട് തന്നെ പരിശുദ്ധ ഖുർആനിലൂടെ ഉഹദ് യുദ്ധത്തിൽ ഓടിയവർക്ക് പൊതുമാപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അല്ലാഹു പൊതുമാപ്പ് പ്രഖ്യാപിച്ചെങ്കിൽ ആ കാര്യം പറഞ്ഞുകൊണ്ട് എന്നെ ആക്ഷേപിക്കേണ്ടതില്ല. പിന്നീട് ഒരു ബൈഅത്തിന്റെ വിഷയമാണ്. എന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വിഷയത്തിൽ
മുശ്രിക്കീങ്ങളുടെ അടുത്തേക്ക് എന്നെ പറഞ്ഞയച്ചിരുന്നു. ഞാൻ അന്ന് അവിടെയില്ലായിരുന്നു. എല്ലാ ആളുകളും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വലത്തേ കൈ പിടിച്ചുകൊണ്ട്, അവരുടെ വലത്തേ കൈ മുത്തുനബിയുടെ വലത്തേ കൈയിൽ പിടിച്ചുകൊണ്ട് ബൈഅത്ത് ചെയ്തപ്പോൾ എന്റെ ഊയം വന്ന സമയത്ത് ഹാദിഹി ബൈഅത്ത് ഉസ്മാൻ, ഇത് ഉസ്മാന്റെ ബൈഅത്താണെന്ന് പറഞ്ഞുകൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇടത്തേ കൈ വലത്തേ കൈയിൽ കൂട്ടിപ്പിടിച്ചുകൊണ്ട് എനിക്ക് വേണ്ടി ബൈഅത്ത് മുത്തുനബി നടത്തിയിട്ടുണ്ട്. ഫശിമാലു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബിയുടെ ഇടത്തേ കൈ എന്റെ വലത്തേ കൈയിനേക്കാൾ മഹത്വമാണ്. അത് എനിക്ക് വലിയ ആവേശമാണ്, എനിക്ക് വലിയ റാഹത്താണ്. എനിക്ക് വേണ്ടി അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബൈഅത്ത് നടത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ സമാധാനിപ്പിച്ചിട്ടുണ്ട്. എനിക്ക് വേണ്ടി ബൈഅത്ത് നടത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, അന്നേ വലിയ സമാധാനമായിരുന്നു യുദ്ധത്തിൽ പങ്കെടുത്തവർക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വലിയ ഓഫർ അവർക്ക് വേണ്ടി നൽകിയിട്ടുണ്ട്. പല പ്രമുഖരും അന്ന് യുദ്ധത്തിൽ പങ്കെടുക്കാൻ സാധിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, ബദർ യുദ്ധത്തിൽ പല സ്വഹാബി വര്യന്മാരും അന്ന് മറുപക്ഷത്തായിരുന്നു. ബദർ യുദ്ധത്തിൽ അമുസ്ലിമീങ്ങൾക്ക് മുശ്രിക്കീങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്ന സയ്യിദുന അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു സുമ്മ കാന മിൻ മുഖ്ലിസി സ്വഹാബ, മക്കം ഫത്ഹിൽ നിന്ന് മുസ്ലിമായിട്ടുണ്ട്, ഇസ്ലാമിന്റെ മെമ്പർഷിപ്പ് സ്വീകരിച്ചിട്ടുണ്ട്. സ്വഹാബികളിൽ നിന്ന് മുഖ്ലിസീങ്ങളായ സ്വഹാബികളിൽ മെമ്പറാവാൻ സാധിച്ചു എന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയതായി കാണാം. അന്ന് മറുപക്ഷത്താണ്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ എളാപ്പയായ അബ്ബാസ് റളിയല്ലാഹു അൻഹു അന്ന് മുശ്രിക്കീങ്ങളുടെ കൂടെയായിരുന്നു. ബദർ യുദ്ധം നടക്കുന്നതിനിടയിൽ അൻസ്വാരികളിൽപ്പെട്ട ഒരാള് അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ അറസ്റ്റ് ചെയ്തു. അബ്ബാസ് റളിയല്ലാഹു അൻഹു മറുപക്ഷത്താണെങ്കിലും മനസ്സുകൊണ്ട് മുത്തുനബിന്റെ കൂടെയായിരുന്നു. എല്ലാ കാര്യങ്ങളും അറിയുന്ന വൈബറിയുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അത് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ അറസ്റ്റ് ചെയ്തപ്പോ റസൂലുള്ളാഹി അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. അറസ്റ്റ് ചെയ്ത ആളുകളെ ചിലപ്പോൾ കൊലപ്പെടുത്തു. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ന് മുത്തുനബിക്ക് അന്ന് ഉറക്കം വന്നില്ല. അന്ന് രാവിലെ എഴുന്നേറ്റുകൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ അടുത്ത് എന്നുകൊണ്ട് പറഞ്ഞു, ഉമറെ, ഇന്നലെ ഞാൻ ഉറങ്ങിയിട്ടില്ല. ലം അനം, ഞാൻ ഇന്നലെ ഉറങ്ങിയിട്ടില്ല. എന്റെ അബ്ബാസിനെ, എന്റെ അളാപ്പയായ അബ്ബാസിനെ നമ്മുടെ കുട്ടികൾ കൊലപ്പെടുത്തുക എന്നുള്ള ഒരു ബേജാറ്. കാരണം മനസ്സുകൊണ്ട് നമ്മളെ കൂടെ തന്നെയാണ്. എന്റെ അളാപ്പാനെ കഥ കഴിക്കുമോ എന്ന പേടി, ഭീതി എനിക്കുണ്ട്. ഇന്നലെ ഞാൻ ഉറങ്ങിയിട്ടില്ല. അപ്പൊ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ചോദിച്ചു, അഫ ആതി ഹിം, ഞാൻ അവരെത്തുന്ന ചെന്ന് റെക്കമെൻഡ് ചെയ്യട്ടെ, ഈ വിഷയമൊക്കെ ഒന്ന് പറഞ്ഞ് വിട്ടുതരാൻ വേണ്ടി ആവശ്യപ്പെടട്ടെ എന്ന് ചോദിച്ചു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമ്മതം നൽകുകയാണ്. ഈ സമ്മതത്തോടുകൂടി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവരുടെ അടുത്ത് ചെന്നു, വിട്ടുതരാൻ ആവശ്യപ്പെട്ടു. അവര് പറഞ്ഞു വിട്ടുതരില്ല, അതിന് ചില നിബന്ധനകളുണ്ട്. അപ്പൊ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞ എന്താണ്, ഈ അബ്ബാസിനെ മോചിപ്പിക്കുന്നത് തങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ വിട്ടുതരുന്നതിൽ നിങ്ങൾക്ക് വലിയ വല്ല വിഷമവുമുണ്ടോ? അപ്പൊ അവര് പറഞ്ഞു, മുത്തുനബിക്ക് അതാണ് ഇഷ്ടമെങ്കിൽ, കാരണം അവരുടെ ചിന്ത അങ്ങനെയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഷ്ടപ്പെട്ടത് എന്താണോ അത് ഇഷ്ടപ്പെടുന്ന രീതിയാണ്, പ്രകൃതിയാണ് സ്വഹാബത്തിനുള്ളത്. മുത്തുനബി അതാണ് ഇഷ്ടപ്പെടുന്നതെങ്കിൽ ഞങ്ങൾക്കത് താല്പര്യമാണ്. ഉടനെ യഥാ ആ സ്വഹാബികൾ, അൻസാരികളായ സ്വഹാബികൾ മുത്തുനബിയുടെ എളാപ്പയായ അബ്ബാസ് റളിയല്ലാഹു അൻഹു സ്വതന്ത്രരാക്കി വിടുന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ ഏൽപ്പിക്കുന്നു. അങ്ങനെ പോകുന്നു. ഇലാ ഹദ്റത്തി റസൂലില്ലാഹി, മുത്തുനബിന്റെ സന്നിധിയിലേക്ക് പോവുകയാണ്. പോകുന്നതിനിടയിൽ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറഞ്ഞൊരു വാക്കുണ്ട്, അബ്ബാസ് തങ്ങളെ ലഅൻ തുസ്ലിമ അഹബ്ബു ഇലയ്യ മിൻ അൻ യുസ്ലിമൽ ഖത്താബ്. എന്റെ പിതാവ് ഖത്താബ്, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളാണ് പറയുന്നത്, എന്റെ പിതാവ് ഖത്താബ് മുസ്ലിമാകുന്നതിനേക്കാൾ, ഇസ്ലാമിന്റെ മെമ്പർഷിപ്പ് സ്വീകരിക്കുന്നതിനേക്കാൾ എനിക്ക് ഏറ്റവും ഇഷ്ടം നിങ്ങൾ മുസ്ലിമാവലാണ്, നിങ്ങൾ ഇസ്ലാമിന്റെ മെമ്പർഷിപ്പ് സ്വീകരിക്കലാണ്. കാരണം അതാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് താല്പര്യം. കണ്ടോ നിങ്ങൾ, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവൽദിഹി വന്നാസി അജ്മഈൻ. സ്വന്തം മാതാപിതാക്കളെക്കാൾ
സ്വന്തം മക്കളെക്കാൾ വേണ്ടപ്പെട്ട സർവ്വരേക്കാളും മുത്തുനബി ആരാണോ ഇഷ്ടപ്പെടുന്നത് അതുവരെ ഓന്റെ ഈമാൻ പൂർണ്ണമല്ലെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. അതാ ഇവിടെ സംഭവിച്ചത്. സ്വന്തം പിതാവ് മുസ്ലിം ആകുന്നതിനേക്കാൾ, സ്വന്തം പിതാവ് സ്വർഗത്തിൽ കടക്കുന്നതിനേക്കാൾ ഏറ്റവും എനിക്ക് റാഹത്ത് നിങ്ങൾ മുസ്ലിമാണ് അവലാണ്. അങ്ങനെ അബ്ബാസ് റളിയല്ലാഹു അൻഹു മുസ്ലിമായി. ഞാൻ ചുരുക്കുകയാണ്. വലിയ മഹത്വമാണ്. ഒരൊറ്റ സംഭവം പറയുന്ന ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെയും സുബൈർ റളിയല്ലാഹു അൻഹുവിനെയും മിഖ്ദാദ് റളിയല്ലാഹു അൻഹു മൂവർ സംഘത്തെ ഒരിക്കൽ മുത്തുനബി ഒരു സ്ഥലത്തേക്ക് പറഞ്ഞയച്ചു. ഖാഹി എന്ന തോട്ടമുണ്ട്. ആ തോട്ടത്തിൽ ഒരു പെണ്ണുണ്ട്. മുത്തുനബി പ്രവചനം നടത്തുകയാണ്. നിങ്ങൾ കുറെ കൂടി യാത്ര ചെയ്താൽ അങ്ങകലെ ഒരു തോട്ടത്തിൽ ഒരു പെണ്ണ് നിൽക്കുന്നുണ്ടാവും. ആ പെണ്ണിന്റെ അടുത്ത് ഒരു ലെറ്റർ ഉണ്ട്, ഒരു കത്തുണ്ട്. അത് ഇങ്ങ് വാങ്ങി ഇങ്ങോട്ട് കൊണ്ടുവരണം. മഹാനായ സുബൈർ റളിയല്ലാഹു അൻഹു, മിഖ്ദാദ് റളിയല്ലാഹു അൻഹു, അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ മൂവർ സംഘം ഉടനെ കുതിരപ്പുറത്ത് യാത്ര ചെയ്തു. ആ തോട്ടത്തിലെത്തിയപ്പോൾ മുത്തുനബി പറഞ്ഞതുപോലെ ഒരു പെണ്ണ് കുതിരപ്പുറത്തിരിക്കുന്നുണ്ട്. എങ്ങോട്ടോ യാത്ര ചെയ്യാനുള്ള പുറപ്പാടിലാണ്. പെണ്ണിനെ തടഞ്ഞു നിർത്തിയിട്ട് പറഞ്ഞു, പെണ്ണേ, നിന്റെ കയ്യിലുള്ള ലെറ്റർ ഞങ്ങൾക്ക് കൈമാറണം. പെണ്ണ് പറഞ്ഞു, എന്റെ അടുത്ത് ലെറ്ററിൽ എന്ത് കത്താ നിങ്ങൾ ചോദിക്കുന്നത്? എന്താണ് നിങ്ങൾ അന്വേഷിക്കുന്നത്? എനിക്ക് പരിചയമില്ലല്ലോ. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞങ്ങളോട് പറഞ്ഞത് സാധാരണ വ്യക്തിയല്ല, ഞങ്ങളുടെ നേതാവ്, ലീഡർ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി അസ്വാദിഖുൽ മസ്തൂഖ്, സത്യം പറയുന്ന നബി, സത്യമായ പ്രവചനം നടത്തുന്ന നബി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് പറഞ്ഞത്, നിന്റെ അടുക്ക് ലെറ്റർ ഉണ്ട് എന്ന കാര്യം ഉറപ്പാണ്. തീരെ തരാതായപ്പോ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, കത്ത് വേണത്തോ, അല്ലെങ്കിൽ ആ തുണി ഞങ്ങൾ അയച്ചു എന്ന് പറഞ്ഞു. അപ്പൊ പെണ്ണ് പേടിച്ചു. തുണി അയച്ചു എന്ന് പറഞ്ഞപ്പോ, കാരണം അന്നും ആ പേടിയുണ്ട്. ഇന്നത്തെ പെണ്ണുങ്ങൾക്ക് ചിലപ്പോൾ പേടി ഉണ്ടായിക്കൊള്ളുന്നില്ല. എന്റെ വസ്ത്രം ഞങ്ങൾ അയക്കുന്ന പറഞ്ഞു, അല്ലെങ്കിൽ കത്ത് നിർത്തുകയാണ്. പെണ്ണ് പേടിച്ചു പറിച്ചു. പെണ്ണ് മുടിക്കെട്ടിന്റെ ഉള്ളിലാണ് സൂക്ഷിക്കാൻ കണ്ട നല്ല സ്ഥലമാണ്. മുടിക്കെട്ടിന്റെ ഉള്ളിൽ സൂക്ഷിച്ച് വെച്ച കത്തെടുത്തു കൊടുത്തു. ഇലാ ഹളറത്തി റസൂലില്ലാഹി, റസൂലുള്ളാഹിന്റെ സന്നിധിയിൽ ആ കത്ത് കൊണ്ടുവരികയാണ്. കത്ത് വായിക്കുകയാണ്. കത്തിലുള്ള ഫ്രം എന്താണെന്ന് അറിയുമോ? മിൻ ഹാത്തിബ് ഇബ്നു അബീ ബൽതഹത്ത് ഇലാ നാസിം മിനൽ മുശ്രിക്കീൻ. സ്വഹാബിയായ ഹാത്തിബ് ഇബ്നു അബീ ബൽതഹത്ത് റളിയല്ലാഹു അൻഹു എഴുതുന്ന കത്താണ്, ലെറ്ററാണ്. മുശ്രിക്കീങ്ങൾക്ക് എഴുതുന്ന ലെറ്ററാണ്. അതായത് ഇവിടുത്തെ രഹസ്യം, മക്കയിലുള്ള മദീനയിലുള്ളതായിരുന്ന രഹസ്യ വിവരങ്ങൾ വെച്ചുകൊണ്ട് ചാരപ്പണി എന്ന് പത്രത്തിൽ കണ്ടില്ലേ, പാകിസ്ഥാന്റെ ഒരു ചാരനെ പിടിച്ചു. ചാരപ്പണി എന്നോണം മുസ്ലിമീങ്ങളുടെ രഹസ്യ വിവരങ്ങൾ വെച്ചുകൊണ്ട് മുശ്രിക്കീങ്ങൾക്ക് മക്കയിലേക്ക് കൊടുത്തയക്കുന്ന രഹസ്യ കത്താണ്. അത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം മുത്തുനബി അറിഞ്ഞു. അങ്ങനെയാണ് പറഞ്ഞയക്കുന്നത്. അതവിടെ എത്തിയ പ്രശ്നമാണ്. സ്വഹാബിയാണ് കൊടുത്തയക്കുന്നത്. ഫ്രം അതാണ്. അങ്ങനെ കത്തിന് വായിച്ചപ്പോ ജനളകിയില്. ഹാത്തിബ് നബി റളിയല്ലാഹു അൻഹു സദസ്സിലുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വാളുരി ദൈനി അദ്രിബ് ഒരുക ഹാദൽ മുനാഫിഖ്. ആ മുനാഫിക്കിന്റെ പേരടി ഞാൻ വിട്ടുവല്ലോ എന്ന് പറയുന്നത് ഉമറുല്ലാഹിനുണ്ട്. ഇത് കാരണം ഈ കത്തിന് വായിച്ചപ്പോഴേ ഹാത്തിബ് നബി റളിയല്ലാഹു അൻഹു ആണ് കത്ത് എഴുതുന്നത്. ഹാത്തിബ് പറഞ്ഞു, മുത്തുനബിയെ, ലാ തഅജൽ അലയ്യ, എന്നെ മേൽ പെട്ടെന്ന് നടപടിയെടുക്കരുത്. ഞാൻ ഈ കത്ത് എഴുതിയത് കുഫറ വലാ കുഫറൻ വലർത്തിദാദൻ, ഇസ്ലാമിൽ നിന്ന് രാജിവെച്ചുകൊണ്ട് എഴുതിയതല്ല, മുർത്തദായത് കൊണ്ട് എഴുതിയതല്ല. ആ കത്തിന് പെട്ടെന്ന് നടപടിയെടുക്കരുത്. ഞാൻ പറയുന്ന കാരണം എനിക്ക് ശർഈയായിരിക്കുന്ന ഉദ്റുണ്ട്. ഹാത്തിബ് നബി റളിയല്ലാഹു പറഞ്ഞു. അവിടുന്ന് പറഞ്ഞു, എന്റെ കുറെ കുടുംബക്കാര്, വേണ്ടപ്പെട്ട ആളുകളൊക്കെ മക്കയിലുണ്ട്. അതേപോലെ തന്നെ മുത്തുനബിയുടെ വേണ്ടപ്പെട്ട ആളുകളൊക്കെ മക്കയിലുണ്ട്. കുറെ മുസ്ലിമീങ്ങൾ സാധുക്കളുണ്ട്. പക്ഷെ അവരെ മുശ്രിക്കുകൾ ഒന്നും ചെയ്യുന്നില്ല. എന്നെ കുറിച്ച് അവർക്ക് നല്ല വിശ്വാസം. അങ്ങനെ ഉണ്ടാവും. ചിലപ്പോ പ്രതിപക്ഷത്തിനും നല്ല വിശ്വാസമല്ല, ഭരണപക്ഷം ഉണ്ടാവും. ഭരണപക്ഷത്തിനും ചിലപ്പോൾ നേരെ തിരിച്ചുണ്ടാവും. ചിലപ്പോ ഇതേപോലെ അവർക്ക് എന്നെ കുറിച്ച് നല്ല വിശ്വാസം. അവർ എന്നെ കണ്ടുകൊണ്ടാണ് ഓലെന്ത് ചെയ്യാ, എന്റെ കുടുംബക്കാരെ, സ്വന്തക്കാരെ സ്വത്തൊന്നും കാട്ടൂല. കാരണം അത് ഹാത്തിബിന്റെ കുടുംബക്കാരാണല്ലോ. പക്ഷേ ഞാൻ കുറെ ദിവസങ്ങളോട് കഴിച്ചു കൂട്ടിയപ്പോ വിശ്വാസം ഇങ്ങനെ കുറഞ്ഞു വരുന്നുണ്ട്. അപ്പൊ അത് സംഗതി അവരെ ബാധിക്കുന്നുണ്ട്. അവർക്കത് പ്രശ്നമാകുന്നുണ്ട്. അത് സംരക്ഷിക്കാൻ വേണ്ടി ഞാൻ കൊടുത്തയക്കുന്ന കത്താണ്, ലെറ്ററാണ്.
അല്ലാതെ എന്തല്ല ഞാൻ മുർത്തതായതുകൊണ്ട് അതിന്റെ വിശ്വാസം കുറഞ്ഞതുകൊണ്ട് കൊടുത്തേക്കല്ല. ആ വിശ്വാസം ഉള്ള വിശ്വാസം അവരിൽ ഊട്ടിയുറപ്പിക്കാൻ വേണ്ടി കൊടുത്തേക്കുന്ന ലെറ്ററാണ് എന്ന് ഹാത്തിബ് പറഞ്ഞപ്പോ മഹാനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, പലരും ഇളകി ഹാത്തിബിനെ വകവരുത്താൻ വേണ്ടി ഒരുങ്ങി. അപ്പൊ പറഞ്ഞതാണ് സ്വദഖ ഹാത്തിബുൻ ഫഇന്നഹു ശഹിദ ബദ്റാ. ഹാത്തിബ് പറഞ്ഞത് 100% സത്യമാണ്. മനസ്സിൽ ഒരു വിശ്വാസക്കുറവുമില്ല, ഒരു വ്യതിയാനവുമില്ല. കാരണം ഫഇന്നഹു ശഹിദ ബദ്റാ, ഹാത്തിബ് ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത വ്യക്തിയാണ്. ലഅല്ലല്ലാഹു തആല അഹ്ലി ബദർ യഖൂൽ, ബദർ യുദ്ധത്തിൽ പങ്കെടുത്തവരോട് അല്ലാഹ് നേരിട്ട് പറഞ്ഞതുപോലെയുണ്ട്, ഇഅമലൂ മാ ശിഅ്തും ഫഇന്നീ ഖദ് ഗഫർതു ലക്കും, ഞാൻ നിങ്ങൾക്ക് എല്ലാം പുറത്തു തന്നിട്ടുണ്ട്. നേരത്തെ കഴിഞ്ഞു പോയതും വരാനിരിക്കുന്ന സർവ്വകാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് പുറത്തു തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം എന്ന രൂപത്തിൽ അല്ലാഹ് അവരോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിനർത്ഥം തെറ്റുകുറ്റങ്ങൾ ചെയ്യാമെന്നല്ല, എന്തും ചെയ്യാമെന്ന് അവരോട് പറയാൻ കാരണം ബദർ യുദ്ധത്തിൽ പങ്കെടുത്തതിന്റെ പേരിൽ പ്രകൃതിപരമായി മലക്കുകളുടെ പ്രകൃതിയായി മാറിയിട്ടുണ്ട്. മലക്കുകളുടെ പ്രകൃതി എന്ന് പറയുന്നത് തെറ്റുകുറ്റങ്ങൾ ചിന്തിക്കാത്ത പ്രകൃതിയാണ്. ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം തെറ്റുകുറ്റം ചിന്തിക്കാറില്ല, അവർ തെറ്റുകൾ ചെയ്യാറില്ല. ആ രൂപത്തിൽ അള്ളാഹു അവരുടെ പ്രകൃതി മാറ്റിയിട്ടുണ്ട്. അപ്പൊ അവരോട് അള്ളാഹ്ക്ക് ധൈര്യമായി പറയാമല്ലോ, നിങ്ങൾ ഉദ്ദേശിച്ച് നിങ്ങൾ ചെയ്തോളി, ഞാൻ നല്ലത് മാത്രമേ അവർ ഉദ്ദേശിക്കുള്ളൂ. ഈ രൂപത്തിൽ വലിയ തൗഫീഖ് നൽകപ്പെട്ടവരാണ് അവർ. അവരുടെ പേര് പറയുന്നിടത്ത് ബർക്കത്തുണ്ടാകും. വലിയുല്ലാഹി ബിലാ നിസാഇൻ, പണ്ഡിത ലോകത്തിന് തർക്കമില്ല. ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങൾ പറയുന്നു നവവി ഇമാമിനെ കുറിച്ച്. നവവി ഇമാം തന്റെ ശർഹ് മുസ്ലിമിൽ മഹാനായ മുസ്ലിം ഇമാമിന്റെ ഗുരുനാഥന്മാരിൽപ്പെട്ട ഒരു പ്രമുഖനായ ഗുരുനാഥനെ കുറിച്ച് പറഞ്ഞിട്ട് പറഞ്ഞു, അബൂബക്കർ ഇബ്നു അയ്യാശ് റളിയല്ലാഹു അൻഹു തന്റെ റൂമിൽ വെച്ചുകൊണ്ട് 25 ഖത്മൊക്കെ 25,000 ഖത്മുകൾ ഓതി തീർത്ത മഹാനാണ്. വഫാത്താകുന്ന സമയം മകൾ വന്നുകൊണ്ട് ആശ്വസിച്ചപ്പോൾ മകളോട് പറഞ്ഞു, എന്നെ ആശ്വസിപ്പിക്കണ്ട, ഞാൻ ആ റൂമിലിരുന്നു കൊണ്ട് 25,000 ഖത്മ ഓതി തീർത്ത വ്യക്തിയാണ്. അങ്ങനെ അബൂബക്കർ ഇബ്നു അയ്യാശ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം പറഞ്ഞതിന് ശേഷം ഇമാം നവവി റളിയല്ലാഹു അൻഹു തന്റെ ശർഹ് മുസ്ലിമിൽ പറയുന്നു, ഇത്തരത്തിലുള്ള മഹാന്മാരുടെ പേര് പറയുന്നിടത്ത് ബർക്കത്തുണ്ടാകും. അവരുടെ പേര് പറഞ്ഞുകൊണ്ട് തവസ്സുലാക്കിയാൽ ദുആ ചെയ്യാൽ ദുആക്ക് പ്രത്യേകം ഇജാബത്തുണ്ടെന്ന് അബൂബക്കർ ഇബ്നു അയ്യാശ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച്, ഇത്തരത്തിലുള്ള മഹാന്മാരെ കുറിച്ച്. എന്നാൽ ബദരീങ്ങൾ എന്ന് പറയുന്നത് അതിന്റെ എത്രയോ മേലെയാണ്. അവരുടെ പേര് പറയുന്നിടത്ത് ബർക്കത്തുണ്ട്, അവർ തവസ്സുലാക്കിയാൽ പ്രത്യേകം ഇജാബത്തുണ്ട്. അവരെ കുറിച്ച് മദ്ഹ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന കാലത്ത് തന്നെ അന്നുള്ള കുട്ടികൾ ഇങ്ങനെ പാടിയപ്പോ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സദസ്സിലേക്ക് വന്നു. റസൂല കയറി വന്നപ്പോ അവർ ബദരീങ്ങളെ കുറിച്ചുള്ള മദ്ഹ് നിർത്തി. ഇമാം ബുഖാരി സ്വഹീഹ് ബുഖാരിയിൽ റിപ്പോർട്ട് ചെയ്യുന്നു, വഫീനാ നബിയ്യുൻ യഅലമു മാ ഫീ ഗദി, ഭാവി കാര്യങ്ങളെ പ്രവചനം നടത്തുന്ന നബി ഞങ്ങളുടെ കൂട്ടത്തിൽ സദസ്സ് ഭംഗിയാക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്, മുത്തുനബിയുടെ സാന്നിധ്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മുത്തുനബിയെ കുറിച്ച് മദ്ഹ് പറഞ്ഞപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ എന്നെ കുറിച്ച് ഇതുവരെ പറഞ്ഞിരുന്ന ബദരീങ്ങളെ കുറിച്ച് എന്നെ പറഞ്ഞുകൊള്ളുക എന്ന് പറയാൻ ഇവിടെ സമ്മതം കൊടുത്തതായി കാണാം. അപ്പൊ ഇത്തരത്തിലുള്ള സദസ്സുകളൊക്കെ പങ്കെടുക്കുന്നത് നമുക്ക് വലിയ ബറക്കത്താണ്, ഐശ്വര്യമാണ്. നാം സമൂഹമായി നാം നോമ്പ് തുറക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂലാക്കുമാറാകട്ടെ. അതിനുവേണ്ടി സഹായിച്ചവരുണ്ട്, സഹകരിച്ചവരുണ്ട്, പ്രവർത്തിച്ചവരുണ്ട്. നമ്മുടെ ഈ മസ്ലക്കിന് വേണ്ടി, സ്ഥാപനത്തിന് വേണ്ടി, നമ്മുടെ സ്ഥാപനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരുണ്ട്. എത്രയോ ആളുകൾ മരണപ്പെട്ടു പോയി. എല്ലാവർക്കും അല്ലാഹു തആല മഗ്ഫിറത്ത് നൽകുമാറാവട്ടെ. ഈ അടുത്തും അല്ലാതെയുമായി നമ്മുടെ കുഞ്ഞുമൈദീൻ ഫൈസി ഉസ്താദ് അടക്കം പലരും മരണപ്പെട്ടു പോയി. അല്ലാഹു തആല അവരുടെയൊക്കെ ആഖിറം സന്തോഷത്തിലാക്കി കൊടുക്കുമാറാവട്ടെ. ഈ സ്ഥാപനത്തിന്റെ ആദ്യം മുതൽ ആരൊക്കെയോ പ്രവർത്തിച്ച മനസ്സുകൊണ്ട്, ശരീരം കൊണ്ട്, സമ്പത്ത് കൊണ്ട് ആരൊക്കെയോ സഹായിച്ചോ, അനുകൂലമായി നിന്നോ, എല്ലാവർക്കും അല്ലാഹു തആല റാഹത്ത് നൽകുമാറാവട്ടെ. പല കാരണന്മാരും സുഖമില്ലാത്തവരുണ്ട്. അല്ലാഹു തആല എല്ലാവർക്കും ആജിലായ ശിഫ നൽകട്ടെ. വർഷത്തിലൊരിക്കൽ ഇൻഷാ അല്ലാഹ് ഇനി നമ്മുടെ അടുത്ത 25-ാം രാവിന് പരിശുദ്ധ റമദാൻ ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കാവുന്ന രാവിൽ മാസത്തിൽ നടക്കുന്ന സ്വലാത്തുണ്ട്. തറാവീഹ് കഴിഞ്ഞ ഉടനെ തുടങ്ങിയിട്ട് പെട്ടെന്ന് ഇവിടെ നടക്കുന്ന പരിപാടിയൊക്കെ എങ്ങനെയാണ്, വല്ലാതെ നീട്ടിക്കൊണ്ട് ഇത് എപ്പോഴാ പഠിച്ചോനെ കജ്ജ, ഇത് തീരൂലെ, അങ്ങനെയൊന്നുമില്ല. പെട്ടെന്ന് നൊടിയുടെ കഴിഞ്ഞ് ഇൻഷാ അല്ലാഹ് കുറച്ച് സ്വലാത്ത് ചൊല്ലി നമുക്ക് സഹായിച്ചവർക്ക് വേണ്ടി, സഹകരിച്ചവർക്ക് വേണ്ടി, നമുക്ക് വേണ്ടി നമുക്ക് അടുത്ത ചൊവ്വാഴ്ച അസ്തമിച്ച രാത്രി
നിങ്ങളുടെ സാന്നിധ്യമൊക്കെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നിങ്ങളൊക്കെ ദുആ ചെയ്യണം. ഇൻഷാ അല്ലാഹ് ഞാനും ദുആ ചെയ്യാം. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.